ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം ചെമ്പരത്തിപ്പൂവിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതിയും സച്ചിയും കൂടി ശരത്തിനെ ആ ഒരു വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുക. അപ്പം ആ സമയത്ത് രേവതി ചോദിക്കണം, എന്തിനാ സച്ചിയായിട്ട് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും പറയാം, കാര്യങ്ങളെല്ലാം പറയാമെന്ന് പറഞ്ഞപ്പോഴേക്കുമാണ് മഹേഷിൻ്റെ ഭാര്യയും കൂടി ഇറങ്ങി വരുന്നത്. അപ്പോൾ എടാ മഹേഷേ, ഞാനിപ്പോൾ ശരത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അവനെ പോലീസ് കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അവൻ ഇവിടെ ഒന്ന് താമസിപ്പിക്കണമെന്ന് പറയാടാ. ഇത് വല്ലാത്തൊരു കഷ്ടമായി പോയല്ലോടാ. എങ്ങനെയാടാ ആ വീഡിയോ ലീക്കായത്? നിന്റെ ഫോൺ എവിടെ വെച്ചാൽ നീ മറന്നതെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എടാ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ആ ഫോൺ എങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് വല്ലാത്തൊരു രീതിയായി പോയെന്നൊക്കെ നമ്മുടെ ഈ ഇത് സച്ചിയുടെ ആ ഒരു വർത്തനൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ പേടി തോന്നുകയാണ്. എടാ നിനക്കൊരു ബുദ്ധിമുട്ടാവൂലല്ലോ അല്ലേ? ഞാൻ ശരത്തിനെ കുറച്ച് ദിവസം ഇവിടെ നിർത്തണോടെ. കാരണം ശരത്ത് ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അമ്മ അന്ന് അങ്ങനെ വാശി പിടിച്ച് കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ആ ഒരു വാശിപ്പുറത്ത് ശരത്ത് അങ്ങനെ ചെയ്താണ്. എനിക്ക് പിന്നെ കൈവിട്ട് കളയാനായിട്ട് പറ്റില്ലടാ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കരഞ്ഞിങ്ങനെ പറയാ. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് എന്താടാ ഇത്? നിന്നെ എനിക്ക് കൈവിടാനായിട്ട് സാധിക്കോ? എടാ നീ എൻ്റെ പ്രിയ സുഹൃത്തല്ലേ? അതിലുപരി തന്നെ രേവതി എൻ്റെ പെങ്ങളാടാ, പെങ്ങള്. എൻ്റെ പെങ്ങളുടെ അനിയന് ഒരു ആപത്ത് വരുമ്പോൾ അവരെ സഹായിക്കേണ്ടത് എൻ്റെയും കൂടി കടമല്ലേടാ. എടാ നിങ്ങളെയൊക്കെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. അപ്പം മഹേഷിൻ്റെ ഭാര്യയാണെങ്കിലും പറയാം, അതെ, അല്ലെങ്കിലും സച്ചിയേട്ടൻ ഞങ്ങൾക്ക് ചെയ്തു തന്ന ഉപകാരമൊന്നും ഞങ്ങൾക്ക് മറക്കാനായിട്ട് സാധിക്കില്ല. ഞങ്ങൾക്ക് ഇങ്ങനൊരു നിലയിൽ ജീവിക്കാനുള്ള കാരണം തന്നെ സച്ചിയേട്ടനല്ലേ. അതുകൊണ്ട് സച്ചിയേട്ടനെയും കുടുംബത്തെയും ഞങ്ങൾക്ക് മറക്കാനായിട്ട് സാധിക്കില്ല എന്നൊക്കെ ഭാര്യയും പറയണം. അപ്പോൾ ഇവരുടെ ആ ഒരു സ്നേഹവും കരുതലും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. ശരത്ത് എത്ര നാൾ വേണമെങ്കിലും ഇവിടെ കഴിഞ്ഞോട്ടെ. എടാ വേറൊന്നും കൊണ്ടല്ല, പോലീസ് അവൻ്റെ പിന്നാലെ തന്നെയാണ്. പോലീസ് പിടിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാവം പയ്യൻ്റെ ജീവിതം അവതാളത്തിലാകും. അതുകൊണ്ടാണ് ഞാൻ ഇവനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നതെന്നും പറയണം. എടാ ഒന്നും കുഴപ്പമില്ലെന്നല്ലേ പറഞ്ഞത്. എടാ ശരത്തെ മോനെ നീ ഇങ്ങ് വന്നേമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി വിളിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ശരത്ത് നീ കുറച്ച് നാൾ ഇവിടെ താമസിച്ചാൽ മതി, അല്ലെങ്കിൽ പോലീസുകാർ ഇതിനെ പിടിച്ചുകൊണ്ട് പോകും. അപ്പോഴേക്കും ശരത്ത് ഇങ്ങനെ കരയാണ്. സച്ചിയേട്ടാ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സച്ചിയേട്ടാ, ഒന്നും ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല സച്ചിയേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചില്ല. അപ്പം ഇങ്ങനെ കരഞ്ഞിട്ടുണ്ടെപ്പോഴേക്കും എടാ എല്ലാത്തിനും ഞാനില്ലേ, നിന്റെ അച്ഛനില്ലാതെയായി, പക്ഷേ ആ ഒരിത് ഞാൻ അറിയിക്കില്ല. എടാ നിനക്കെൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് തന്നെ നിനക്കെന്നെ കാണാം, അതിൽ യാതൊരു തടസ്സവുമില്ല. അപ്പം സച്ചിക്ക് ശരത്തിനോടുള്ള ആ ഒരു സ്നേഹം കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് രേവതിയുടെ കണ്ണുകൾ നിറഞ്ഞു പോവുകയാണ്. കാരണം സച്ചിയുടെ മനസ്സിൽ ശരത്തിനോട് ഇത്രയും വലിയ സ്നേഹം ഉണ്ടെന്ന് ഒരിക്കൽ പോലും നമ്മുടെ രേവതി കരുതി പോലുമില്ല. അപ്പോൾ പറയാന്ന്, ശരത്ത് നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. നിന്റെ അച്ഛനെ നഷ്ടപ്പെട്ടിട്ടുള്ളൂ, അച്ഛൻ്റെ സ്ഥാനത്ത് ഞാനുണ്ട്, നിനക്ക് എല്ലാ കാര്യത്തിനും കൂട്ടും ഞാനുണ്ട്. നിനക്കൊരാപത്തും വരാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. ഒരു പോലീസുകാർക്ക് നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല, അത് ഉറപ്പാ. അതുകൊണ്ടാണ് കുറച്ച് നാളത്തേക്ക് നീ ഇവിടെ താമസിക്കാനായിട്ട് ഞാൻ പറഞ്ഞത്. അപ്പോഴേക്കും ഞാൻ പോലീസുകാരുടെ കണ്ണൊക്കെ വെട്ടിച്ചോളാം. അതേപോലെ തന്നെ നീ നിരപരാധിയാണെന്നും ഞാൻ പോലീസുകാരുടെ മുന്നിൽ തെളിയിച്ചോളാം. നിന്നെ തേടി ആരും വരില്ല ശരത്തെ എന്ന് പറയാ. അങ്ങനെ ശരത്തും അതേപോലെ തന്നെ രേവതിയും ഈ മഹേഷിൻ്റെ ഭാര്യയും കൂടി നേരെ അകത്തേക്ക് കയറി പോവുകയാണ്. പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മഹേഷ് പറയാണ്, ഇത് ശരത്തിൻ്റെ കാര്യം വല്ലാത്തൊരു കാര്യമായി പോയല്ലോടാ, ഇത് വല്ലാത്തൊരു അവസ്ഥയായി പോയല്ലോ. അതെ, ഇനി ശരത്തിന് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, അവനൊന്ന് സൂക്ഷിച്ചോളണം. എന്താടാ, അവൻ വല്ല ആത്മഹത്യക്ക് ഒരുങ്ങോ? ഏയ് അതല്ലടാ, എനിക്ക് എന്നാലൊരു പേടി. എടാ കൊച്ചു പയ്യനല്ലടാ, അവൻ്റെ മനസ്സാകെ തകർന്നു നിൽക്കുന്നൊരവസ്ഥയാണ്. ഇപ്പം തകർന്നു നിൽക്കുന്ന അവസ്ഥ, ആ മനസ്സിൻ്റെ വേദന എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടാ. എനിക്കത് സഹിക്കാൻ പോലും പറ്റുന്നില്ല. അവൻ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് പോലും എനിക്കറിയില്ല. അവൻ എവിടെയുണ്ടെങ്കിലും നിൻ്റെ ഒരു കണ്ണ് അവൻ്റെ മേലുണ്ടാവണം. ഈ പിള്ളേരുടെ മനസ്സിലൊക്കെ എന്താണ് ഏതാണ് ഏത് സമയത്താ തോന്നുന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ശരത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ രേവതിയെ നഷ്ടപ്പെടും. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രേവതി ഇതെല്ലാം കേൾക്കുക. അപ്പോൾ രേവതി എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് സങ്കടം വരികയാണ്. സച്ചിയേട്ടാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. സച്ചിയേട്ടാ എൻ്റെ ശരത്തിന് എന്തെങ്കിലും പറ്റുമോ? ഏയ് താൻ ടെൻഷൻ അടിക്കില്ല രേവതി, ശരത്തിനൊന്നും സംഭവിക്കില്ല. ശരത്തിന് ഒരു നിയമത്തിനും ഞാൻ വിട്ടുകൊടുക്കില്ല. അവൻ നിരപരാധിയാണെന്ന് ഉറപ്പായിട്ട് ഞാൻ തെളിയിക്കും എന്ന് പറയാ. എന്നെങ്കിൽ പിന്നെ മഹേഷേ ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കാറിലേക്ക് കയറുകയാണ്. അങ്ങനെ കാറിലേക്ക് കയറുമ്പോഴും നമ്മുടെ രേവതി പറയാണ്, സച്ചിയേട്ടാ എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല, സച്ചിയേട്ടൻ ഇത്രയും വലിയ സ്നേഹം ശരത്തിൻ്റെ മേളിലുണ്ടായിരുന്നല്ലേ. ഇതൊക്കെ ഇട്ടപ്പോഴേക്കും അവനോട് എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ രേവതി. പിന്നെ അവൻ ചില കുരുത്തക്കേടുകളെല്ലാം കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവനെ തിരുത്തണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ആ പ്രവൃത്തികളെല്ലാം അവനോട് ചെയ്തത്. അല്ലാതെ
അവനോടുള്ള ഇഷ്ടക്കേട് കൊണ്ടൊന്നും അല്ല. അവനെ ഇഷ്ടമല്ലായിരുന്നെങ്കിൽ അവൻ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ എന്നല്ലേ ഞാൻ കരുതുള്ളൂ. അതൊന്നല്ല രേവതി എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സച്ചിയേട്ടൻ എന്നോട് പറഞ്ഞില്ലായിരുന്നോ ആ വീഡിയോ അതിലുള്ളത് കൊണ്ട് അത് ലീക്കായി പോയെന്ന്? എനിക്കത് ആരെയും കാണിക്കാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ ആ വീഡിയോ സച്ചിയുടെ ഫോണിലുള്ള എന്തിനാ സൂക്ഷിച്ചത്? അത് അപ്പം തന്നെ ഡിലീറ്റ് ചെയ്യാറുന്നില്ല സച്ചിയേട്ടാ എന്നിങ്ങനെ ചോദിക്കുകയാണ് രേവതി. അത് പിന്നെ രേവതി, ഞാനതിനെക്കുറിച്ചെല്ലാം ചിന്തിച്ചതാ. ഫോണിൽ നിന്ന് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ തന്നെ ഞാൻ തീരുമാനിച്ചതാ. അപ്പോൾ മഹേഷ് എന്നോട് പറഞ്ഞത് അത് ഡിലീറ്റ് ചെയ്യണ്ട എന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മഹേഷ് ഏട്ടൻ എന്തിനാ അങ്ങനെ പറഞ്ഞത്? അത് പിന്നെ വേറൊന്നും കൊണ്ടല്ല, ഈ ശരത്തിനെ നേർവഴിക്ക് ആക്കണമെങ്കിൽ ഈ വീഡിയോ നിന്റെ കയ്യിൽ തന്നെ വേണം. കാരണം ഈ വീഡിയോ ഉണ്ട്, നീ ഇനി വേറെ വല്ല കുരുത്തക്കേട് കാണിച്ചാൽ ഈ വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ ഈ ശരത്തിൻ്റെ മനസ്സ് മാറുമെന്നും ശരത്ത് വീണ്ടും നല്ല കുട്ടിയാകുമെന്നും കുടുംബത്തിന് ഒതുങ്ങുന്ന ഒരാളാകുമെന്നൊക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ചു. അതുകൊണ്ട് തന്നെയാണ് ആ വീഡിയോ പുറത്തു വിടാതിരുന്നത്. പിന്നെ ഞാൻ അവൻ്റെ കൈയാണെങ്കിൽ തല്ലി ഒടിച്ചായിരുന്നല്ലോ. അപ്പോൾ അതെന്തിനു വേണ്ടിയാണ് തല്ലി ഒടിച്ചതെന്ന് പിന്നെ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ തെളിവ് സഹിതം കാണിക്കണമല്ലോ. അതൊക്കെ കൂടി തന്നെയാണ് ആ വീഡിയോ ഞങ്ങൾ ഡിലീറ്റ് ചെയ്യാതിരുന്നതെന്നൊക്കെ രേവതിയെ പറഞ്ഞ് ബോധിപ്പിക്കുകയാണ് സച്ചി. ഇത് കിട്ടഞ്ഞപ്പോഴേക്കും രേവതിക്ക് ആകെ സങ്കടം തോന്നുക. പക്ഷേ എന്നാലും അതെങ്ങനെ എൻ്റെ ഫോണിൽ നിന്ന് പോയെന്ന് പോലും മാത്രം എനിക്കറിയുന്നില്ല. ആ ഫോണ് ആരെടുത്തുകൊണ്ട് പോയത്? സച്ചിയേട്ടാ, എനിക്കൊരാളെ സംശയമുണ്ട്. അവനല്ല. പിന്നെ അവനല്ലാതെ ആരാ? ആൻ്റണി അല്ലാതെ ആരാണ് ആ ഫോൺ എടുക്കാനും ആ വീഡിയോ ലീക്ക് ചെയ്യാനൊക്കെ ആരാണെന്നൊക്കെ ചോദിക്കാണ്. അങ്ങനെയായിരുന്നെങ്കിൽ അവന് നേരത്തെ അത് ചെയ്യായിരുന്നു. അത് ചെയ്തില്ലല്ലോ. പക്ഷേ ഇത് മറ്റാരോ കളിച്ച കളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സച്ചിയേട്ടാ, ആരായിരിക്കും? അതാണ് കണ്ടെത്തേണ്ടത്. ഇനിയിപ്പോൾ നമ്മളുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ആണോ എന്നൊരു സംശയം എനിക്കില്ലാതെ ഇല്ല. കാരണം എൻ്റെ ഫോൺ എടുത്തിട്ട് എൻ്റെ ഫോണിൽ നിന്നും ആ ഒരു വീഡിയോ ധൈര്യമായിട്ട് എടുത്ത് മാറ്റാമെങ്കിൽ അത് നമ്മളെ അറിയുന്ന ആരെങ്കിലും ആയിരിക്കും, നമ്മളോട് ശത്രുതയുള്ള ആരെങ്കിലും ആയിരിക്കും എന്നൊക്കെ പറയാം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ രേവതിയാണെങ്കിൽ തൻ്റെ കയ്യിലിരുന്ന് വെച്ചാൽ ഒരു പുതിയ ഫോൺ സച്ചിക്ക് നേരെ നീട്ടുകണേ. എന്താ രേവതി ഇത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും സച്ചേട്ടന് വേണ്ടി ഞാനും ശരത്തും കൂടി മേടിച്ച ഫോണാണ് ഇത് സച്ചേട്ടന് തരാനായിട്ട്. പക്ഷേ തരുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയല്ലോ, അതുകൊണ്ടാ തരാൻ പറ്റാത്തൊരവസ്ഥയായി പോയത്. എന്താ രേവതി ഇത്? നീ എന്തിനിപ്പം എനിക്ക് വേണ്ടി ഫോൺ മേടിച്ചത്? സച്ചിയേട്ടനെ വിളിക്കാനും സച്ചിയേട്ടൻ ഫോണില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയായിരുന്നില്ലേ? അപ്പോൾ സച്ചിയേട്ടൻ എങ്ങനെ വിളിക്കുന്നത്? എത്ര ദിവസം എന്ന് വെച്ചാൽ കണ്ടവരുടെ ഫോണിൽ നിന്നൊക്കെ സച്ചിയേട്ടൻ ഞങ്ങളെ വിളിക്കുന്നത്. അതുകൊണ്ട് സച്ചിയേട്ടൻ ഒരു ഫോൺ തരാമെന്ന് ഞങ്ങൾ കരുതിയിരുന്നു. അതുകൊണ്ട് ഞാനും ശരത്തും കൂടി പോയി സെലക്ട് ചെയ്ത ഫോണാണിത്. സച്ചിയേട്ടൻ ഇത് മേടിക്ക് എന്നും പറഞ്ഞുകൊണ്ട് കയ്യിലേക്ക് കൊടുക്കുക. ഇതൊന്നും വേണ്ടായിരുന്നല്ലോ രേവതി എന്ന് പറയാം. സാരമില്ല, മേടിച്ചില്ലേ, ഇനിയിപ്പോൾ സച്ചിയേട്ടൻ ഇത് ഉപയോഗിക്കണം. ഇനി ആ ഫോൺ ഏതായാലും കണ്ടെത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല സച്ചിയേട്ടാ. അങ്ങനെ സച്ചിയുടെ കയ്യിലേക്ക് ആ ഫോൺ കൊടുക്കുക. പിന്നെ സച്ചിയേട്ടൻ എനിക്ക് വീട്ടിലേക്ക് പോകുന്ന കാര്യം ആലോചിക്കുമ്പോൾ ആകെ പേടി തോന്നുന്നു. ഞാൻ അവരുടെ മുഖത്തൊക്കെ എങ്ങനെ നോക്കും? നീ നോക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം? നീ അല്ലല്ലോ തെറ്റ് ചെയ്തത്. നിന്റെ അനിയനല്ലേ? അതൊക്കെ നമുക്ക് മറക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. നീ ആ കാര്യത്തെക്കുറിച്ച് പറയണ്ട. നമുക്കതിനെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വണ്ടി എടുത്ത് നേരെ വീട്ടിലെ മുന്നിൽ ചെല്ലുക. ഈ സമയം തന്നെ ഈ വർഷയാണെങ്കിലും ശ്രീകാന്തമാണെങ്കിലും അയ്യോ എൻ്റെ ദൈവമേ, ശരത്ത് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അല്ല, അവന് ചീത്ത കൂട്ടുകെട്ടുകളൊക്കെ ഉണ്ട്, പക്ഷേ അവൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു തെറ്റ് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പോലുമില്ല. അപ്പോഴാണ് സച്ചിയും രേവതിയും കൂടി കാറിൽ നിന്ന് ഇറങ്ങുന്ന ആ രംഗം ചന്ദ്ര കാണുന്നത്. ഇത് കണ്ട ചന്ദ്രയാണെങ്കിൽ ആകെ കാലും മൂത്ത് നേരെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. പുറത്തേക്ക് ഇറങ്ങി ചെന്നിട്ട്, നിൽക്കടാ അവിടെ, നിന്നോട് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇവളെയും കൂട്ടി ഇങ്ങോട്ട് വരരുതെന്ന്. ഇവളെ ഈ പഠിക്കാത്ത കയറ്റാനായിട്ട് പാടില്ല. എന്താ കയറ്റിയാൽ? നിങ്ങളോട് ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞായിരുന്നല്ലോ. സച്ചിയുടെ ഭാര്യ രേവതിയാണെങ്കിൽ രേവതിയെയും കൂട്ടിയേ ഞാൻ ഇങ്ങോട്ട് വരുവുള്ളെന്നും നിങ്ങളോട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. എന്താ നിങ്ങൾ ആ കാര്യം മറന്നുപോയോ എന്ന് ചോദിക്കണം. എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ നിർത്താനായിട്ട് ഞാൻ സമ്മതിക്കില്ല. ഇപ്പം തന്നെ ഇവളെയും കൊണ്ട് പൊയ്ക്കോളാം എന്ന് പറഞ്ഞപ്പോഴേക്കും അത് പറയും, നിങ്ങളാരാണ്? ഇതേ എൻ്റെ വീടാണ് എന്ന് ചന്ദ്ര പറയാണ്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഭാര്യ ഇവളാണെങ്കിൽ ഇവളെ ഇവിടെ താമസിപ്പിക്കാനും എനിക്കറിയാം. സച്ചിയുടെ വീടും കൂടി ഇത്, അല്ലാതെ നിങ്ങളുടെ വീട് മാത്രമല്ല, മനസ്സിലായല്ലോ? നിങ്ങൾ മാറി നിൽക്കുക അങ്ങോട്ടൊന്നും പറഞ്ഞുകൊണ്ട് രേവതിയും വിളിച്ച് വലിച്ചടിച്ചുകൊണ്ട് നേരെ അകത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ രവിയാണെങ്കിൽ ഒന്നും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ സച്ചി നേരെ രവിയുടെ അടുത്ത് പോയിരുന്നിട്ട് പറയണം, അച്ഛാ രേവതി ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛാ. അതേപോലെ തന്നെ ശരത്തും ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാ. അതെന്താ കാരണമെന്ന് അറിയാമോ? ഇത് കേട്ട ചന്ദ്രയാണെങ്കിൽ, നീ ഒരു കാരണവും പറയണ്ടാ. എടാ, നിന്റെ ഭാര്യയുടെ ആങ്ങളെ ചെയ്തത് തെറ്റല്ലെന്ന് നീ പറയുന്നു അല്ലേ? നീ അപ്പം അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണല്ലേ? നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക. എല്ലാത്തിനും കാരണം ഇവനാണ്, ഈ സുധിയാണെന്നും പറയാണ്.
അത് കൊള്ളാം, ഇപ്പം എല്ലാ കുറ്റവും എൻ്റെ പേരിലായോ എന്ന് ചോദിക്കുകയാണ്. അതേടാ, നിന്റെ പേരിൽ തന്നെയാണ് അച്ഛ. അച്ഛൻ സത്യാവസ്ഥ മനസ്സിലാക്കണം. അച്ഛാ, ശരത്ത് മോഷ്ടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞ പണമില്ലേ, ആ പണം ഇവിടെ തന്നെ അവൻ കൊടുത്തിട്ടുണ്ട്. സ്റ്റേഷനിൽ തന്നാണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പണം മേടിച്ചുകൊണ്ട് വന്ന് ഇവിടെ തന്നില്ലേ, അത് അവൻ മോഷ്ടിച്ച പണം തന്നെയാണ് അച്ഛാ. ഞാനല്ലേ അത് മേടിച്ചുകൊണ്ട് വന്നു. അപ്പം എല്ലാവരും ഇങ്ങനെ അന്തിച്ച് നോക്കി നിൽക്കുകയാണ്. അച്ഛാ, അന്ന് ഇവരെല്ലാവരും കൂടി ശരത്തിനെ കളിയാക്കി. അന്നൊരു ഫംഗ്ഷന് വന്നു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പണം മോഷ്ടിച്ച നീയല്ലേ അവിടെ നിന്ന് പണം മോഷ്ടിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ ഒരുപാട് ആക്ഷേപിച്ച് ഓർക്കുന്നുണ്ടോ? അങ്ങനെ ശരത്തിനെ പിടിച്ച് ഒരുപാട് തല്ലുകയും ചെയ്തു. ഈ സുധി എന്ന് പറഞ്ഞവൻ, ഈ ഓട്ടക്കാരൻ അവനെ പിടിച്ച് കുറേ തല്ലിയില്ലേ, അതിനു വേണ്ടി അവൻ പകരം വീട്ടിയതാണ് അമ്മയുടെ പണം തട്ടിപ്പറിച്ച് മേടിച്ചുകൊണ്ട് പോയത്. അല്ലാതെ അതൊരു മോഷണമായിരുന്നില്ല അച്ഛാ, അതൊരു പകരം വീട്ടൽ മാത്രമായിരുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുധിയാണെങ്കിൽ ആഹാ കൊള്ളാലോ, നീ അവനെ ന്യായീകരിച്ച് അങ്ങോട്ട് സംസാരിക്കുകയാണല്ലോ. അപ്പം ചന്ദ്രയും പറയണം, എടാ മോഷ്ടിച്ച പണം മോഷണം തന്നെയാണ്, നീ കൂടുതൽ ന്യായീകരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ വർഷ പറയാണ്, സച്ചിയേട്ടാ ഈ പറയുന്നത് തെറ്റാണ്ട് സച്ചിയേട്ടാ. കാരണം ഈ ശരത് നടത്തിയിരിക്കുന്നത് അത് റോബറി തന്നെയാണ്. അവനെ അറസ്റ്റ് ചെയ്യേണ്ടതാണ്, അവൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതാണ്. ആൻറ്റിയോട് എത്ര ശത്രുതയുണ്ടെങ്കിലും അത് പറഞ്ഞു തീർക്കണം. അല്ലെങ്കിൽ അവനെ ഇവിടെ വിളിച്ചു വരുത്തി ഇവരെ 3 പേരെ കൊണ്ടും ശരത്തിൻ്റെ മുന്നിൽ സോറി പറയിപ്പിക്കണം. അല്ലാതെ പകരം വീട്ടാൻ വേണ്ടി പട്ടാപ്പകല് ഒരാളുടെ കയ്യിൽ നിന്നും പണം മോഷ്ടിച്ചുകൊണ്ട് പോവുകയല്ല വേണ്ടത്. അത് ശരത്ത് ചെയ്തത് വലിയൊരു കുറ്റം തന്നെയാണ് സച്ചിയേട്ടാ എന്നിങ്ങനെ പറയുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വർഷേ, അങ്ങനെയല്ല വർഷേ. അപ്പോഴേക്കും ശ്രുതി, വർഷ ആ കാര്യം പറഞ്ഞാൽ സത്യം തന്നെയാ. ഇവിടെ ചിലവരൊക്കെ ഉണ്ട്, സുധി അച്ഛൻ്റെ 50 ലക്ഷം രൂപ കട്ടുണ്ടു പോയെന്നും പറഞ്ഞുകൊണ്ട് പരത്തി നടന്നവര്. ഞങ്ങളത് തിരിച്ചു കൊടുക്കാമെന്ന് പറയുകയും ചെയ്തു. മാസം 50,000 രൂപ വെച്ച് കൊടുക്കാമെന്നും പറഞ്ഞു. പക്ഷേ അപ്പോഴും സുധി കള്ളൻ. ഇപ്പോൾ രേവതിയുടെ ആങ്ങള ഇതെല്ലാം മോഷ്ടിച്ചെന്നറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രേവതിയുടെ ആങ്ങള അങ്ങ് മാന്യൻ അല്ലേ എന്നൊക്കെ പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചിയാണെങ്കിൽ, അതെ ഇവനെപ്പോലെ ഇവൻ മനഃപൂർവ്വം പണം മോഷ്ടിച്ചുകൊണ്ട് പോയതല്ലേ, പക്ഷേ ഇവിടെ ശരത്തിന് സംഭവിച്ചത് അതൊരു അബദ്ധം മാത്രമാണ്. അവൻ്റെ പണം തരികയും ചെയ്തു, പക്ഷേ ഇവരങ്ങനെയാണോ, തന്നില്ലല്ലോ പണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളൊക്കെ കൂടിയല്ലേ അവനെ കൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യിക്കാനുള്ള പ്രേരണയുണ്ടാക്കിയത്. നിനക്ക് അങ്ങനെയായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അച്ഛാ, പിന്നെ വേറൊരു കാര്യമുണ്ട് അച്ഛാ, ഈ സംഭവങ്ങളെല്ലാം എനിക്കറിയായിരുന്നു അച്ഛാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അത് ശരി, അപ്പം നിനക്കെല്ലാം അറിയായിരുന്നു. നിനക്കറിയാവെങ്കിൽ നിന്റെ ഭാര്യയ്ക്കും അറിയാമായിരുന്നല്ലോ. എടി രേവതി, അപ്പം നീ ഇവിടെ കള്ളത്തരം കാണിച്ചാണല്ലേ, നീ അപ്പോൾ എല്ലാം അറിഞ്ഞു വെച്ച് ഒന്നും വേണ്ടാത്തൊരവസ്ഥയിൽ ഇരുന്നാണല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവളെ കുറ്റപ്പെടുത്തണ്ട. നിങ്ങൾ പോയി അവളെ വീട്ടിൽ പോയി സംസാരിച്ചില്ലേ, അപ്പോഴാണ് അവൾ പോലും ആ സത്യങ്ങൾ അറിയുന്നത്. അപ്പോൾ ഇത് കേട്ട രവിയാണെങ്കിൽ, എന്ത് പറഞ്ഞാലും സച്ചി, നീ ചെയ്ത് വളരെ തെറ്റായ കാര്യം തന്നെയാണ്. ശരത്തിന് നീ ന്യായീകരിക്കണ്ട. ഈ കളവ് എന്തായാലും ഒരു പേന മോഷ്ടിച്ചാൽ പോലും അത് കളവ് തന്നെയാണ്. അത് അബദ്ധത്തിൽ സംഭവിച്ചൊന്നും പറയാൻ നിൽക്കണ്ട. ഇതിനെ എനിക്ക് ന്യായീകരിക്കാനായിട്ട് പറ്റില്ല എന്നിങ്ങനെ രവിയും കൂടി അവിടെ എതിർത്ത് സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതിക്ക് അത് പിടിച്ചു നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല. അപ്പം രേവതി എല്ലാവരുടെ മുന്നിൽ കൈ കൂപ്പിപ്പിടിച്ച് പറയണം, നിങ്ങളെല്ലാവരോടും എന്നോട് ക്ഷമിക്കണം, ഞങ്ങളുടെ കുടുംബത്തിന് ഒരു തെറ്റ് പറ്റിപ്പോയി, ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് എന്ന് രേവതി പറയുക. അപ്പം അങ്ങനെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ ഗെറ്റ് ബൈ.